ഹായ് ഗായ്സ്, ഇപ്പോൾ കുറേ ആയില്ലേ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് ഈ ഫ്ലവേഴ്സ്? കാണാൻ ഭംഗിയില്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിന് കളർ പേപ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഞാൻ റോസ് കളർ പേപ്പർ എടുത്തു. ഇനി അതൊരു കുപ്പിയുടെ മൂടിയാണ്. ജസ്റ്റ് നമുക്ക് ഏത് വട്ടത്തിൽ വേണമെങ്കിലും എടുക്കാം. ഓരോ അളവിനനുസരിച്ച് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വലിപ്പം കൂടും. ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞതാണിത് സംഭവം. വീഡിയോയിൽ വലുതായി തോന്നുന്നുണ്ടെങ്കിലും സംഭവം ചെറിയൊരു മൂടിയാണ്. അത് വെച്ച് നമ്മൾ വട്ടം വരച്ചെടുത്തു. അങ്ങനെ കുറച്ച് വട്ടങ്ങളൊക്കെ വരച്ചെടുക്കാം. വട്ടം വരച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നി. അപ്പോൾ എപ്പോഴും ഒരേ മോഡൽ ഫ്ലവറിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായാലല്ലേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇതുപോലെ വട്ടങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് വരച്ച് നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളുള്ളത്. നമുക്കിനി വട്ടങ്ങളൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു പണിയുണ്ട്. ജസ്റ്റ് നമ്മൾ നടുവിൽ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് അത് നമ്മൾ വെട്ടി കൊടുക്കും വേണം കേട്ടോ. നടുവിലൂടെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. അതുപോലെ എല്ലാ വട്ടങ്ങളും നമ്മൾ വെട്ടിയെടുക്കണം. നമ്മളിതാ എല്ലാതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. അത് ഒരു കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അത് ഈ പകുതി വെച്ച് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് കോൺ തന്നെ കിട്ടും. ഇനി നമ്മളത് ഒട്ടിച്ച് കൊടുക്കും വേണം. ഒട്ടിച്ചാൽ കറക്റ്റ് ചെറിയ കോണായിട്ട് കിട്ടും. ഈ കാണുന്ന എല്ലാതും നമ്മളിങ്ങനെ കോണാക്കി എടുക്കണം. കോണാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് വെച്ചാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ. ഇപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കോണാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാതും. ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്ലവർ ആവില്ല. നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. അതിലേക്ക് പശ തേച്ച് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. പശ തേച്ച് നമ്മൾ അടുത്തതെടുത്ത് അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു കേട്ടോ. പിന്നെയും ഒരു സൈഡിൽ ഇങ്ങനെ പശ തേക്കുക. അടുത്തതെടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അഗൈൻ പിന്നെയും പശ തേക്കുക. സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളിപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതല്ലേ കാണുന്നത്, എനിക്കറിയാം. നിങ്ങളങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് സബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ. അപ്പോഴല്ലേ നമ്മുടെ ചാനലൊന്ന് വളരുള്ളൂ. ഇതിങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയും. അത് നമ്മുടെ ഹോബിയാണ്. ഓക്കെ, അങ്ങനെ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സിൽ തന്നെ ഫസ്റ്റ് ടു എൻഡ് വരെ നമ്മളിങ്ങനെ ചെയ്താൽ കറക്റ്റ് ഫ്ലവറായി കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ മേലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. മേലത്തൊരു കോണിൽ നമ്മൾ ഗമ്മ് തേച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു കോണെടുത്ത് വെച്ച് കൊടുത്തു. അതുപോലെ എല്ലാത്തിലും വെച്ച് കൊടുക്കുക. ഗമ്മ് തേക്കുക. അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം നല്ല എളുപ്പമാണ്. ഇത് ചെയ്ത് വന്ന് നല്ല എളുപ്പമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് നടുവിൽ സെൻറ്ററിൽ ഒന്നുകൂടി വെക്കണം. ഇത് വലിയ വട്ടം വെട്ടുകയാണെങ്കിൽ ഒന്നും കൂടി വലിയ ഫ്ലവർ നമുക്ക് കിട്ടും. ഞാനൊരു മീഡിയം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്മോൾ ആയിട്ടുള്ളൊരു വട്ടമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.
ജസ്റ്റ് ഇതാ മേലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് മുകളിലത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി താഴെ ഇതുപോലെ ചെയ്തെടുക്കണം. അതും ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് അതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാ റൗണ്ടിലേക്ക് നമുക്ക് കിട്ടി. കണ്ടില്ലേ, കാണുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ബോളി ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തണ്ടൊക്കെ സെറ്റ് ചെയ്യണം. അതിനൊരു ഗ്രീൻ പേപ്പർ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കത് ഒരു തണ്ടിൻ്റെ ലുക്കിൽ വരും. ഇനി നമുക്കത് ജസ്റ്റ് ഒന്നിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അതിന് തണ്ട് സെറ്റാവും. അതിൻ്റെ എഡ്ജൊന്ന് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി ലീഫ് സെറ്റ് ചെയ്യണം. അതിനൊരു കളർ പേപ്പർ തന്നെ എടുക്കുക. ഗ്രീൻ പേപ്പർ എടുത്ത് ജസ്റ്റ് ഇതുപോലെ നമ്മളിങ്ങനെ ലീഫ് വെട്ടി കൊടുക്കുക. ഇതാ ലീഫ് ഇങ്ങനെ വെട്ടിയെടുത്ത് ജസ്റ്റ് ഇനി നമ്മളിങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. അത് ലീഫിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. മുഴുവൻ കട്ട് ചെയ്യരുത്. പിന്നെ ലീഫൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരും. അത് നമ്മുടെ ഹോബി. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെട്ടി കൊടുത്താൽ തുറന്ന് നോക്കിയാൽ അതാ ലീഫിൻ്റെ ലുക്കായിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ആയി കിട്ടും. കണ്ടില്ലേ? ഇനി നമുക്ക് ഗമ്മ് തേച്ച് ലീഫ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.